നിനക്കടി ഹുള്ളണം, അടി ഹുള്ളണം. ഹലോ, അടി ഹുള്ളണം. ഷോർട്ട് ടെമ്പിൾ ബീച്ച് റിസോർട്ടിലേക്കുള്ള വഴിയത്. അയ്യോ, അടി ഇപ്പൊ എനിക്ക് കൊണ്ടുതന്നെ. സാർ ടൂറിസ്റ്റ് ആണല്ലേ? സാർ ഇമ്പോർട്ടഡ് ആണോ അതോ എക്സ്പോർട്ടഡ് ആണോ? ഫോറിൻ ആണോ നാടനാണോ? லேடிஸ் வேணுமா சார்? தமிழ், தெலுங்கு, ஹிந்தி, கன்னடம், மலையாளம் ஆல் லாங்குவேஜஸ் ரெடி. ஷோர் டெம்பிள் ரூம் கிடையாது, அங்க முடியாது. அங்க ரொம்ப ரொம்ப ஸ்ட்ரிக்ட். சார் மகாபலிபுரத்துக்கு இம்போர்ட் ஆச்சு, கொஞ்சம் நேரம் தானே ஆச்சு. முண்டா ஆளை தெரியாம ஏன்டா நீ குணத்தை காமிச்ச? பேசாமேரி. சார் 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 கோவத்துல போன எப்படிங்க சார்? ஷார்ட் டெம்பிள் பீச் தானே? ஸ்ட்ரைட்டா போய் ரைட், பின்ன லெஃப்ட், அப்புறம் ரைட், லெஃப்ட் ரைட், லெஃப்ட் ஸ்ட்ரைட் ஃபிளாட். ஹரே ராம ஹரே கிருஷ்ணா ஹரே ராமா. 120, 220, 320 സാറിന് ഏത് വേണം? തനിക്ക് ഇഷ്ടമുള്ള നമ്പർ ഇട്ടോ, പക്ഷെ ശരീരം വേദനിച്ചാൽ തന്നെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ സാർ, കൈയടക്കം പൊന്നുവില അഴിച്ചുവിട്ടാൽ നയാ പൈസ. ഈ പ്രൊഫസർ മാലീസ് മണിയർ ഒരു ഇന്റർനാഷണൽ ഫിഗറാണ് സാർ. ഇതൊരു ട്രിക്കാണ് സാർ. സാർ അതുകൊണ്ടാണ് എന്റെ അടുത്ത് വന്നത്. അത് സാറിന്റെ ലക്കാണ് സാർ. എനിക്ക് നിന്നെ തന്നെയാണ് ആവശ്യം. സാർ റണ്ണറാണോ ബൗളറാണോ? ഗവാസ്കറിന്റെ ബോഡിയുടെ അതേ സ്റ്റൈല്, ഉഗ്രൻ കട്ടിങ്. ഈ ബോഡിക്ക് ഡബിൾ ചാർജ് തരണം. കാശൊന്നും തന്നില്ലെങ്കിലും ഈ മാതിരി ശരീരമാ മണിയന് വേണ്ടത്. എന്നാലും സാർ ഡബിക്ക് കണ്ടപ്പോഴേ തോന്നി സാറിന് സാമി ബാച്ചാണെന്ന്. സാധനം എവിടെ കിട്ടും? ഹോൾസെയിൽ മതിയോ റീറ്റെയിൽ വേണോ? ഹോൾസെയിൽ മതി. അയ്യോ സാർ പോലീസൊന്നും അല്ലല്ലോ. സ്റ്റേഷനിലെ ക്രോസിംഗ് ലൈനില്ല സാറിന്റെ ചോദ്യങ്ങൾ. അതുകൊണ്ടൊരു ഉൾക്കിടില്ല. ഡോണ്ട് വറി, മണിയൻ പറഞ്ഞു. ഈ ബീച്ചിന്റെ അങ്ങേയറ്റത്തൊരു സ്മോൾ ഹൗസ് ഉണ്ട്. അതാണ് ഹോൾസെയിൽ അമ്മിണിക്കുട്ടിയുടെ വീട്. അവളുടെ സ്റ്റഫ് ഒറിജിനലാണ്. പക്ഷേ ഈ വേഷത്തിൽ ചെന്നാലും നമ്മൾ തരികയില്ല. അവള് തരണമെങ്കിൽ അതിൻ്റെതായ ചില ലൈനുകളൊക്കെ ഉണ്ട്. അയ്യോ ദൈവമേ, സോറി. അയ്യോ സോറി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഇടിച്ചു പഴുപ്പിച്ചു കളഞ്ഞില്ലേ. അമ്മിണിക്കുട്ടിയുടെ ഗാങ്ങിനെ കുറിച്ച് സാറിനൊരു റീറ്റെയിൽ ഐഡിയ ഇപ്പോഴും ഉള്ളൂ. പക്ഷെ അവളെ ഹോൾസെയിലായിട്ട് എനിക്കറിയാം. ഇതൊക്കെ ഒരു നിസ്സാര സംഭവമല്ലേ മണിയ? തോന്നും. ഞാനില്ലായിരുന്നെങ്കിൽ സാറിന്റെ ഈ ബോഡി ഇന്നലെ ഡെഡ് ബോഡി ആയേനെ. അമ്മിണിക്കുട്ടിയോട് കളിച്ചാൽ ഡെഡ് ബോഡി എങ്കിലും കിട്ടും. ഗുപ്താജിയോടായിരുന്നെങ്കിൽ. ആരായി ഗുപ്താജി? അറിയില്ലേ? മഹാബലിപുരത്തെ പറക്കും സ്വാമി, ഫ്ലൈയിങ് സ്വാമി. ഞാനിവിടെ മാലീസുമായിട്ട് ലാൻഡ് ചെയ്യുമ്പോ അവൻ വെറും 0. ഇന്ന് പോലീസും പട്ടാളവും മന്ത്രി നേതാവും. എന്തിന്? അമ്മിണിക്കുട്ടി വരെ അവന്റെ കസ്റ്റഡിയിലാണ്. അവന്റെ അമ്മയുടെ ഗുപ്താജി. ദേ നോക്കിയേ, അവൻ പക്ക മലയാളിയാണ് സാറേ. വർക്കലക്കാരൻ ശ്രീകണ്ഠൻ ഗുപ്താജി. നാട്ടുകാർക്ക് അയാളോട് ഇത്ര സ്നേഹം ഉണ്ടാവാൻ എന്താ കാരണം? അതേ, കഴിഞ്ഞ ദീപാവലിക്ക് ഇവിടെ ഒരു പടക്കക്കടയ്ക്ക് തീപിടിച്ച് 32 പേര് മരിച്ചു. പിറ്റേ ദിവസം പൊതുജന മധ്യത്തിൽ അതാ വന്നിറങ്ങുന്നു ഗുപ്താജി. പെരിയോர்களே, தாய்மார்களே, என் அன்பு சகோதரர்களின் குடும்பத்துக்காக என் சொந்த சம்பாத்தியத்திலிருந்து 20,000 ரூபாய் வீதம் கொடுக்கிறேன். ഇതാണ് അയാളുടെ അടവ്. നാട്ടുകാർ വിളിക്കാതിരിക്കുമോ?
ഗുപ്താജി വാഴ്ഹ, ഗുപ്താജി വാഴ്ഹ. മണിയൻ അയാളോട് ഇത്ര വെറുപ്പെന്താ? അതൊരു വലിയ കഥയാണ്. എന്റെ കുടുംബം തൊലച്ചത് അവനാണ്. അതെങ്ങനെ? അത് മാത്രം എന്നോട് ചോദിക്കരുത്. വേണ്ട, ചോദിക്കുന്നില്ല. പക്ഷേ മണിയൻ അവനോട് പകരം ചോദിക്കണ്ടേ? കുടുംബം തുലച്ച ആളല്ലേ? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഐ ആം എ പൂർ മാലീസ് മാൻ. ആ. എനിക്ക് ഗുപ്താജി ഒന്ന് കാണണമെന്നുണ്ട്. എന്താ വഴി? ഒരേ ഒരു വഴി, ഈസി വഴി. വിക്രം, ഇയാളുടെ ശരീരത്തിൽ തോക്കുണ്ടോന്ന് പരിശോധിക്കൂ. ഞാൻ ഒറ്റയ്ക്കാ. തന്നെ പോലുള്ള 8ാം ക്ലാസ്സുകാരാണോ ഈ ഡിപ്പാർട്ട്മെന്റ് ചീപ്പാക്കുന്നത്? പേടുത്തൂറികൾ. ഞാൻ ഒരു കാര്യം പറയാം. പബ്ലിക്കിന് മുമ്പിൽ വെച്ച് ചീപ്പാക്കരുത്. ഞാൻ നിങ്ങളുടെ കുടുംബകാര്യം വിളിച്ചു പറയും. കുടുംബകാരെയൊക്കെ നമുക്ക് പിന്നെ വിളിച്ചു പറയാം. നിങ്ങൾ ആദ്യം ഇയാളെ പരിശോധിക്കും. എപ്പോഴും മനുഷ്യന് തലേക്കറ വെച്ചാൽ ഇതെന്തത്? ചില്ലറ. തന്നെ വിക്രം, എന്താണ് ഈ കാണിക്കുന്നത്? നടക്ക് നടക്ക്. നടന്നേ. ഒന്നങ്ങനെ നീങ്ങിയിരിക്കാൻ പറ്റുമോ? ബാക്കി പോടോ. സീനിയർ വണ്ടി വിടും. ഇയാളകത്തേക്ക് വിളിച്ചോട്ടോ. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചോണ്ട് പോകുമ്പോ ഇതെന്ത് ചെയ്യാങ്ങനെ? ഇതൊക്കെ ഞാനേ കാട്ടാ. ഞാനല്ലേ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനാണ് ഇവിടുത്തെ എസ് ഐ. എനിക്കാണ് സീനിയോറിറ്റി. കേസ് നന്ദകുമാർ. അയാൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലെ ഒരു CID ഇൻസ്പെക്ടറാണ്. വെരി എഫിഷ്യന്റ് ആൻഡ് ക്ലീൻ. ബട്ട് ഹീസ് ഓൺ ലീവ്. യെസ്, ഒഫീഷ്യലായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ അയാളെ നിയോഗിച്ചിട്ടില്ല. യെസ്, സോ യു പ്ലീസ് ഡു എ ഫേവർ ഫോർ മീ. അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഉടനെ ഇങ്ങോട്ട് പുറപ്പെടാൻ പറയണം. ഓക്കെ, നോ മെൻഷൻ പ്ലീസ്. ശരിക്കും പൂട്ടിയോ നോക്ക്. ഇത് പൂട്ടാനുള്ള വിവരമൊക്കെ എന്റെ തലയ്ക്കകത്തുണ്ട്. തന്നെ പോലുള്ള പാത്രം കഴികളാ ഈ ഡിപ്പാർട്ട്മെന്റ് ചീത്തപ്പേരുണ്ടാക്കി വെക്കുന്നത്. തന്നെ പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്നെ പോലുള്ള ഒരു കോൺസ്റ്റബിളിനെ തൽക്കാലം ഇതായിട്ട് ആവശ്യമുള്ളൂ. അതാരാ? ഗുപ്താജി ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ പോയി പിടിച്ചോണ്ടെന്നാ. ഞങ്ങൾ രണ്ടാളും പോയി പിടിച്ചിട്ടുണ്ടോ? എന്താ പേര്? പേര് ഞാൻ ചോദിച്ചില്ല. ഇയാളുടെ പെങ്ങോരെ അത്യാവശ്യം ടൈലർ ദിവാനോട് ഓടി. ഓ ഷട്ട് അപ്പ്. അയാളെ വിളിക്കാം. உங்க பேர் என்ன? നന്ദകുമാർ. நந்தகுமார். Yes. Are you from Kerala? Yes. And you are nice to meet you. Please sit down. അവര് പോണു. വണ്ടി സ്റ്റാർട്ടാക്ക്. സ്റ്റാർട്ടാവുന്നില്ല. സ്റ്റാർട്ടാവുന്നില്ലല്ലോ. എന്താണാവോ സ്റ്റാർട്ടാവാത്ത? സ്റ്റാർട്ടാവാത്ത വാടോ. ഇയാൾ എന്ത് കോമാലി കാണിക്കണേ? ശരിക്കുന്നോ? ഒന്ന് പോടാ അങ്ങോട്ട്.
ഹലോ പോലീസ് സ്റ്റേഷൻ. സാർ, എന്താ? അങ്കിളിന് ചോറ് കൊണ്ടുവന്നതാ. എനിക്കോ? അല്ല, ആ അങ്കിളിനാ. എടാ മോനെ, ലോക്കപ്പിലുള്ള പ്രതിക്ക് എപ്പോഴാ ഭക്ഷണം കൊടുക്കേണ്ടെന്നും അവനെ എപ്പോഴാ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കേണ്ടെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. അതിനാ യൂണിഫോം ഇട്ടിരിക്കുന്നത്, അല്ലാതെ ഭംഗിക്ക് വേണ്ടി. എന്താ ഒരു മണം? പോലീസ് സ്റ്റേഷനിൽ ചിക്കന്റെ മണം. എന്റെ അമ്മേ, അയ്യോടാ. ആ എവിടെ ഇതൊക്കെ? ആരായി ചെക്കൻ? ഇയാളാണ് ലോക്കപ്പിലുള്ള പ്രതിക്ക് കൊണ്ടുവന്നതാ. ഇതിൽ വിഷാംശം ഉണ്ടോ ഞാൻ പരിശോധിച്ചോണ്ടിരിക്കുക. പരിശോധിച്ച് നോക്ക്. സാർ, ഇത് ആ അങ്കിളിന് കൊണ്ടുവന്നതാ. മിണ്ടരുത്, എല്ലാം ഞാൻ വരും. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്ന സാറിന് ഇഷ്ടമല്ല. എന്തെങ്കിലും മാറ്റണ്ടോ? ചെറിയ തോതിൽ വിഷാംശം ഉള്ളതുപോലെ തോന്നുന്നു. എരിവ് തോന്നുന്നുണ്ടോ? ഭയങ്കര എരിവ് എനിക്ക് നല്ല ഇഷ്ടമാണ്. തൊണ്ടി സാധനമാണ്. തൊണ്ടി ആയാലും തെണ്ടി ആയാലും ഞാൻ തിന്നും. പോഷകാംശമുള്ള ആഹാരം എനിക്ക് നല്ല ഇഷ്ടമാണ്. അയ്യോ, ഞാൻ ഇവിടുത്തെ SI ആണ്. എനിക്കാണ് സീനിയോറിറ്റി. സാർ, ഈ സിഗരറ്റ് എങ്കിലും അങ്കിളിന് കൊടുത്തോട്ടെ. സിഗരറ്റോ? സിഗരറ്റോ? യവൻ ഫാറനാ. ഈ പാത്രത്തിന് മാറല. മുട്ടയിന്ന് വിരിഞ്ഞേ ഉള്ളൂ. ഒരെണ്ണ താ സാറേ. അയ്യോ, ഇതൊക്കെ അന്തസ്സുള്ളവർക്കല്ലോ, തനിക്ക് പറ്റൂല. അതെന്താ? ഒരെണ്ണം താ സാറേ. തീപ്പൊട്ടി ഉണ്ടോ? പിന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതല്ലേ, പക്ഷെ ഒരു ശീലമാക്കരുത്. അങ്ങനെ വെച്ചോ. എന്തൊരു സുഖം. വിക്രം, എന്റെ ഈശ്വര, എന്തൊരു സുഖ. എനിക്കെന്തോ പരിണാമം സംഭവിക്കുന്ന പോലെ. എനിക്ക് അങ്ങനെയൊക്കെ ഏതാണ്ട് തോന്നുന്നുണ്ടല്ലോ. വെടിവെക്കാൻ വരട്ടെ സാറേ. ഇവിടെ തന്നെ നിങ്ങൾ വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഇനി ഞങ്ങൾ നിങ്ങൾ വിടില്ല. വിക്രം, പ്ലീസ് എന്നെ വിട്ടേക്കൂ. ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരുടെയും ഭാവി നശിപ്പിക്കാൻ കഴിവുള്ള ഒരു വലിയ ബ്രൗൺ ഷുഗർ കൺസൈൻമെന്റ് മുകളിലത്തെ ഗോഡൌണിലുണ്ട്. ഇതാ, ഇത് കണ്ടോ? സമൂഹത്തെ മുഴുവനും ദ്രോഹം ചെയ്യുന്ന ഈ ഗൂഢസംഘത്തെ നാം തകർത്തേ പറ്റൂ. പ്ലീസ്, ഈ അവസരത്തിൽ എന്നെ തടയരുത്. കൽപ്പിച്ചോട് ചെയ്തല്ല. താൻ പോയി കമ്മീഷർക്ക് വിവരം നൽകി. ഞാൻ ഇയാളെ ഫോളോ ചെയ്യാം. സൂക്ഷിച്ചു ഫോളോ ചെയ്തോട്ടോ. അത് പക്ഷേ ഞാനാ സാറേ.
ചാടിപ്പോയ പ്രതി ഗുപ്താജിയുടെ ഗോഡൌണിലുണ്ട്. ഞാനാ കണ്ടുപിടിച്ചത്. നന്ദകുമാർ സാർ പറഞ്ഞത് മുഴുവൻ സത്യ. ഇവിടെ നിറച്ചും ബ്രൗൺ ഷുഗറാ. പെട്ടിന്ന് അറിയാതേ ഉള്ളൂ. I'll be there within minutes. വെക്കട്ടെ.